ഇതൊരു മനോഹരമായ യാത്രയുടമായിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ഒന്നിച്ച് മറയൂരും കാന്തല്ലൂരും കടന്ന് മൂന്നാറിലേക്കൊരു യാത്ര. അവിസ്മരണീയമായ ഒരു യാത്ര. തൂമഞ്ഞ് പോലെ പെയ്തിറങ്ങുന്ന ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും മറയൂരിലെ വിസ്മയ കാഴ്ചകളും ആസ്വദിച്ച് യാത്ര തുടർന്നു. കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന മറയൂരിലെ ജീപ്പ് യാത്രക്കിടയിൽ കാട്ടുപോത്തിൻ കൂട്ടവും മ്ലാവും വിരുന്നുകാരായെത്തി. മറയൂരിലെ പ്രധാന ആകർഷണമായ ജീപ്പ് ട്രക്കിംഗ് സഞ്ചാരികൾക്ക് മറക്കാനാകാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. മനസ്സിൽ ഒരുപാട് സ്നേഹവും നന്മയുമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ സാന്നിധ്യം യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. കാഴ്ചയുടെ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ച് ജീപ്പ് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ. എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകൾ. ചന്ദനമരങ്ങളുടെ നാട് എന്ന നിലയിലാണ് മറയൂർ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ഉയർന്ന ഗുണനിലവാരമുള്ള ചന്ദനത്തടികളാണ് മറയൂരിൻ്റെ പ്രത്യേകത. മറയൂരിലെയും കാന്തല്ലൂരിലെയും കാഴ്ചകൾ ആസ്വദിച്ച് ഒരു ദിവസം മുഴുവൻ ജീപ്പിലായിരുന്നു യാത്ര. കാന്തല്ലൂരിലെ മനോഹരമായ പഴങ്ങളും പൂന്തോട്ടവും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. മണ്ണിൽ നിന്നുയർന്ന് ഇലകളുടെ നടുവിൽ സ്വപ്നങ്ങൾ താമസിക്കുന്ന ഒരിടം. ഭ്രമരം വ്യൂ പോയിന്റിലെ ട്രീ ഹൗസിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. കാന്തല്ലൂരിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഭ്രമരം വ്യൂ പോയിന്റിലെ ഈ ട്രീ ഹൗസ്. ഭ്രമരം വ്യൂ പോയിന്റിലെ മഴയും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ മുരുകൻ പാറയിലേക്ക് യാത്ര തിരിച്ചു. മുരുകൻ പാറയിലേക്കുള്ള ജീപ്പ് യാത്ര ഒരു സാഹസിക യാത്രയാണ്. മലമുകളിലെ മനോഹരമായ കാഴ്ചകളും കുത്തനെയുള്ള പാതകളിലൂടെയും കല്ലുകൾ നിറഞ്ഞ വഴികളിലൂടെയുമുള്ള ജീപ്പ് യാത്ര ഞങ്ങൾക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു. മൂന്നാറിലെ എക്കോ പോയിന്റ് അതിമനോഹരമായ ഒരു സ്ഥലമാണ്. കലാലയ ജീവിതത്തിലെ മധുരമുള്ള ഓർമ്മകളാണ് ഓരോ പഠനയാത്രയും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മനോഹരമായ ഈ യാത്രയുടെ നല്ല സ്മരണകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരോട് വിട പറഞ്ഞകലാൻ സമയമായിരിക്കുന്നു.